ഓണാശംസകൾ പറഞ്ഞു തുടങ്ങാം നമുക്ക്. ഓക്കെ, എല്ലാവർക്കും ഓണാശംസകൾ. ഞങ്ങള് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരു വ്ളോഗുമായിട്ട്. കുറെ നാളായി സത്യത്തിൽ ഒരുമിച്ച് ഒരു വ്ളോഗ് എടുത്തിട്ട് അല്ലേ. അപ്പൊ ആദ്യം നമുക്കൊരു ഓണാശംസകൾ പറഞ്ഞു. റെഡി? അതെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഇത്തവണ സത്യത്തിൽ എല്ലാവരുടെയും ഓണാഘോഷത്തിന് ഒരു ചെറിയ മങ്ങലുണ്ടാവും. കാരണം വയനാട്ടില് വലിയൊരു ദുരന്തം നമ്മള് കേരളം കണ്ടു. അപ്പോൾ അവരുടെ ഓർമ്മയുടെ മുമ്പിൽ നമ്മൾ എല്ലാവരും ഇത്തവണ ഓണാഘോഷം വളരെ പരിമിതമായി ആഘോഷിക്കാമെന്നുള്ള തീരുമാനത്തിലാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇന്നൊരു ഒരു ഓണം സ്പെഷ്യൽ വളരെ സിമ്പിൾ ആയിട്ട്, അതായത് ആർക്ക് വേണമെങ്കിലും ഇന്നത്തെ ഡിഷ് ആക്ച്വലി ഞാനാണ് ഉണ്ടാക്കുന്നത്. ഷെഫ് ഇന്ന് കല്ലുവാണ്. അതെ, അതായത് കുട്ടികൾക്ക് വരെ വേണമെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്. സദ്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം എന്താണ്? പായസമാണ്. ഞാൻ ചോറ് കഴിച്ചില്ലെങ്കിലും പായസം 2 പ്രാവശ്യം മേടിക്കാം. കല്ലു സദ്യയില് ഞാനും അങ്ങനെ തന്നെയാണ്. എല്ലാരും അങ്ങനെയാ. സദ്യക്ക് പോകുന്നത് തന്നെ നല്ല പല വിധത്തിലുള്ള പായസം കഴിക്കാന്നുള്ളൊരു മോഹത്തിലാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സദ്യക്ക് മാത്രമല്ല, ഏതൊരു ഒക്കേഷനിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്, ഒരു പായസമാണ്. അതും ഹെൽത്തി ആയിട്ടുള്ള. അപ്പൊ നമുക്ക് പറയാം എന്താണ് ഇന്നത്തെ പായസം. നമ്മുടെ മെയിൻ ഐറ്റമാണ് ലോട്ടസ് സീഡ് മഖാന പായസമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് കല്ലുവിന് വളരെ ഇഷ്ടമുള്ള, പൊതുവെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള, നമ്മള് പോപ്കോൺ കഴിക്കുന്ന അതേ ഒരു എന്താ പറയാ ഒരു രസത്തിൽ കഴിക്കാൻ പറ്റുന്ന, ഒരു സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു ഡയറ്റിലേക്ക് വന്നിരിക്കുന്ന ഏറ്റവും എന്താ പറയാ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം എന്ന് പറയാം മഖാന. ആന്റി ഏജിങ് സീഡ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഭയങ്കര ഹെൽത്തിയാ, ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കും. പിന്നെ ഹൈ പ്രോട്ടീൻ ആണ്. അപ്പൊ ഇത് വെച്ചിട്ടുള്ള ഒരു പായസമാണ് ഇന്ന് നമ്മുടെ മാസ്റ്റർ ഷെഫ് കല്യാണം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. Come on. Yes. മെയിൻ ഇൻഗ്രീഡിയന്റ് മഖാനയാണ്. അപ്പൊ നമുക്ക് ആദ്യം മഖാന, അതിന്റെ പ്രൊനൗൺസിയേഷൻ മഖാന എന്നാണ്. അതെ. അപ്പൊ നമുക്ക് ഇതിന്റെ ടെക്സ്ചർ ഇത്തിരി മറ്റേ പൊടിയത്തൊന്നുമില്ല. അപ്പൊ നമുക്കിത് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ റോസ്റ്റ് ചെയ്യും, നെയ്യില് റോസ്റ്റ് ചെയ്യും. അല്ലാണ്ട് റോസ്റ്റ് ചെയ്യാം, ഡ്രൈ റോസ്റ്റ് ആണെങ്കിലും ചെയ്യാമേ. കുറച്ച് പായസം ആയതുകൊണ്ട് അതിനകത്ത് നെയ്യുടെ മേൻപൊടി വേണ്ടത് കൊണ്ട് നമ്മൾ നെയ്യ് ഒഴിക്കണം. അതിനു മുമ്പ് ആദ്യം ചെയ്യേണ്ട എന്ത് കാര്യമാണ്? ഗ്യാസ് കത്തിക്കുക. അല്ലാതെ ഒന്നും നടക്കത്തില്ല കേട്ടോ. അതെ, അപ്പൊ കത്തിച്ചോ. നമ്മൾ ഇന്ന് അമ്മിറ്റയുടെ അടുക്കളയാണ് നമ്മൾ കൈയടക്കിയിരിക്കുന്നത്. സത്യത്തിൽ അത് നെയ്യ് ഇല്ലെങ്കിലും ഡ്രൈ റോസ്റ്റ് ആണെങ്കിലും ചെയ്തെടുക്കാം. കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ഡ്രൈ റോസ്റ്റ് ചെയ്താലും മതി. നമുക്ക് മഖാന ഇങ്ങനെ തന്നെ പായസത്തിൽ ഇടേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് മഖാനയാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ പാൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു 2 കപ്പ് എന്നുള്ള ഒരു അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് നട്ട്സും ആൽമണ്ടും കൂടെ ഇട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതുകൂടെ ഇട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മൾ ആക്ച്വലി ഇൻഗ്രീഡിയൻസ് എല്ലാം പറഞ്ഞില്ലതല്ല. ശരിയാ, മഖാന മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അതിന്റെ കൂടെ നമ്മൾ കുറച്ച് കിസ്മിസ് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടി നമ്മൾ വറുത്തിടൂലേ പായസത്തിൽ. കിസ്മിസും അണ്ടിപ്പരിപ്പും ഇല്ലാത്ത പായസം ഒരു പായസമാണോ? അപ്പൊ അതുകൊണ്ട് നമുക്ക് കിസ്മിസ് അണ്ടിപ്പരിപ്പും ആൽമണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട്. പിന്നെ മഖാന നമ്മൾ നേരത്തെ പറഞ്ഞു, കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യ്. ഇത്രയും മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ചൂടുണ്ട്. പൊടിയാറായിട്ടുണ്ട്. ഒരു പൊടിയുന്ന പരുവം ഇതുണ്ടോ, ഈ പരുവത്തിൽ നമുക്ക് എടുക്കണം. അതായത് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പറ്റണം. ഈ മഖാന ശരിക്കും എയർ ഫ്രയർ ഉള്ളവർ എയർ ഫ്രയറിൽ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഉപ്പും കൂട്ടിയിട്ട് കറക്റ്റ് പോപ്കോൺ കഴിക്കുന്ന പോലെ നമുക്ക് സ്നാക്കായിട്ട്, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ കൊടുത്തുവിടുന്ന ഒരു സ്നാക്കാണ്. വരുമ്പോഴത്തേക്കും ചൂടോടുകൂടി പൊടിക്കണം. നമുക്കത് കുറച്ചു നേരം മാറ്റിയേക്കാം. കാരണം അത് വീണ്ടും അല്ലെങ്കിൽ ചൂടിലിരുന്ന് റോസ്റ്റ് ആയിട്ട്. അതിന്റെ സമയത്ത് നമുക്ക് ഉരുളി, നമുക്ക് ആദ്യം ഈ കിസ്മിസ് അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാം. നമ്മൾ ആദ്യം നെയ്യ് ഒഴിക്കണം.
നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ കിസ്മിസും ഇത് മാറ്റി വെക്കണം. അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അത് മാത്രല്ല വേറൊരു സാധനം കൂടെ ഉണ്ട് പോട്ടേറ്റ്. ആ ശരി, ആൽമണ്ടും കൂടെ ഉണ്ട് കേട്ടോ. നമുക്കിത് കുറച്ചുകൂടെ നെയ്യ് ആക്ച്വലി വേണം. വെച്ചിടാം. കൂടുതൽ നെയ്യ് വേണ്ടാത്തവർക്ക്, ഫാറ്റ് വേണ്ടാത്തവർക്ക് നെയ്യ് കുറച്ചിട്ടാ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, സദ്യയുടെ സമയത്തൊന്നും ആരും ഇത് നോക്കിയിട്ട് കാര്യമില്ല. നല്ല ബോളിയും പാലടയും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആരാ കഴിക്കാത്ത? എന്ത് ഡയറ്റ്! ഞാൻ ഓണ സമയത്തൊക്കെ എല്ലാവരും എനിക്കൊന്ന് ഓണം വിഷു ആ സമയത്തൊക്കെ എന്തായാലും ഒരു 2 കിലോ എല്ലാവരുടെയും കൂടും. കാൺ ഹെൽപ്പ് ഇറ്റ്. ആ സമയത്തൊക്കെ നമ്മൾ ഡയറ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ പായസമൊക്കെ കാണുമ്പോൾ എന്നെ കൺട്രോൾ പോകും, ഞാൻ കഴിക്കും. ഏറ്റവും പെസ്റ്റിസൈഡ്സ് അടിച്ച് വരുന്ന ഒരു ഫ്രൂട്ടാണ് ഗ്രേപ്സ് എന്ന് പറയുന്നത്. അതിന്റെ തുടക്കം മുതൽ പൂവിടുന്ന സമയം പോലെ പെസ്റ്റിസൈഡ്സ് ആണ്. അപ്പം അത് നമ്മൾ ഗ്രേപ്സ് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുമ്പോഴും എപ്പോഴും നമ്മൾ വിനിഗറിലോ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് എടുക്കണം എന്ന് പറയും. ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട്, അതായത് ചിലർ ഈ ബ്ലാക്ക് റൈസൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഡയറക്റ്റ്ലി കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല, റെക്കമെൻഡ് ചെയ്തല്ല. കാരണം അത് എപ്പോഴും കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി മാത്രം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡ്രൈ റൈസൻസ്, ഉണക്കമുന്തിരി. അപ്പം ഇവിടെ ഇപ്പം ഞാൻ പായസത്തിന് ഇടുകയാണെങ്കിലും ഞാനത് കുറച്ചു നേരം വെള്ളത്തിലിട്ട് കഴുകിയിട്ട് എടുത്തിരിക്കുന്നു. ഓക്കെ, ഇതിന്റെ ചൂട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. അസിസ്റ്റന്റ് അതിടൂ. അമ്മ, ഇപ്പൊ കൊറേ പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ എന്താണ് യൂട്യൂബ് ചെയ്യാത്തത്, കാരണം എന്താണ്? വീഡിയോസ് ചെയ്യാത്തതിന്റെ കാര്യം. വീഡിയോസ് ചെയ്യാത്തത് എന്നോടും ചോദിക്കാറുണ്ട് കേട്ടോ. അതിന്റെ കാര്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ സത്യത്തില് നെയിലിറ്റ് തുടങ്ങി, നെയിലിറ്റിന്റെ കുറച്ച് തിരക്കുകളും ഓട്ടവും അതൊന്ന് എന്താ പറയാ ഒന്ന് പ്രോപ്പർലി വർക്കിംഗ് ആക്കി എടുക്കാനുള്ള ഒരു തിരക്കിൻ്റെ ഇടയിലാണ് നമുക്ക് യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റാത്ത. ഇനിയിപ്പോൾ എന്തായാലും അതൊന്ന് സെറ്റിലായി. ഇനി യൂട്യൂബ് നമ്മൾ പഴയ പോലെ പൂർവാധികം ശക്തമായി ഞങ്ങൾ മുന്നോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മാത്രമല്ല, ഇനിയിപ്പോൾ എന്നെ കാണുന്ന ആഗ്രഹം നെയിലിറ്റിലേക്ക് വന്നോളൂ. ചേർത്തലയിൽ നെല്ലിൽ വന്ന് നമുക്ക് അവിടെ വെച്ച് കാണാം, അല്ലേ? അല്ലല്ലോ? അതെ അതെ. നെയിലിറ്റിന്റെ എല്ലാവരും ചോദിക്കും ഫ്രീ ആയിട്ട് നെയിൽ ചെയ്ത് തരും. അത് കട്ട് ചെയ്ത് പൈസ കൊടുത്താൽ മതി, ഫ്രീ ആയിട്ട്. ഫ്രീ ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മളെല്ലാവരും ചോദിക്കാണ്ട് നെയിലിറ്റിൽ എന്തൊക്കെയാണ് സർവീസസ്, നെയിൽസ് മാത്രമാണോ എന്നൊക്കെ. നെയിൽസ് മാത്രമൊന്നുമല്ല, എല്ലാ സർവീസസും ഉണ്ട് കേട്ടോ അവിടെ. ഒരു സലൂണിൽ, ഒരു കംപ്ലീറ്റ് സലൂണാണ്. ഇപ്പം നമ്മൾ പതുക്കെ ജെൻസിന് വേണ്ടിയിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഹെയർ കട്ടും ബിയർഡ് ഷേപ്പിംഗ് ഒക്കെ. നമ്മളൊരു കംപ്ലീറ്റ് ഫാമിലി സലൂൺ ആയിട്ടുള്ള സെറ്റപ്പ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ അപ്ഡേഷൻസ് ഒക്കെ ഞാൻ വഴിയെ പറയാം. ഇപ്പം നമുക്ക് മഖാന പായസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. പൊടിക്കട്ടെ സർ, മാസ്റ്റർ? ഓക്കെ. അയ്യോ, അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? കുത്തണം. സൂക്ഷിച്ച്, കറണ്ട് അടിക്കാൻ പാടില്ല. പൊടിഞ്ഞിട്ടുണ്ട്. ഒരുപാട് മറ്റേ പൗഡർ പോലെ പൊടിയേണ്ട ആവശ്യമില്ല. കുറച്ച് തരി ഉണ്ടെങ്കിലും ഓക്കെയാണ്. ഇനി നമ്മൾ ഈ പാലെടുത്ത് ഇതിനകത്തേക്ക് വെക്കണം. ഇതിനകത്ത് നമ്മൾ കിസ്മിസും അണ്ടിപ്പരിപ്പും ഫ്രൈ ചെയ്ത് അതിനകത്ത് കുറച്ച് നെയ്യുണ്ട്, കുഴപ്പമില്ല. കൂടുതൽ എണ്ണയിൽ കുറച്ച് നെയ്യ് മാറ്റാൻ ലാസ്റ്റ് ഒഴിച്ചാൽ മതി. സൂക്ഷിച്ച് ഒഴിക്കണേ. ഞങ്ങൾ നേരത്തെ മാറ്റിയായിരുന്നു. ഇത് ഞാൻ പാലും തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ ഈ കവർ പാലായതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ എന്താ പറയുക പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എനിക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനത്തെ അബദ്ധം. പായസത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അത് പിരിഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെ ഡയറക്റ്റ്ലി ഒഴിക്കാറില്ല. ഒന്ന് തിളപ്പിച്ചിട്ട് ഒഴിക്കാം. കുറച്ച് മഖാന, കണ്ടൻസ് മിൽക്ക് വേറെ അല്ലാതെ ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പഞ്ചസാര ഒരു 3/4 സ്പൂൺ വേണ്ട, ഒരു 2 സ്പൂൺ ഇട്ടോ. അതൊക്കെ അമ്പലേട്ടൻ കട്ട് ചെയ്തോളൂ. ഓക്കെ. ഇത് ഇങ്ങനെ സ്ലോ ആയി എങ്ങനെ ശരിയാവും? ഓക്കെ ഓക്കെ. നമ്മളിനി പൊടിച്ച് വെച്ച ഈ പൊടി നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കാൻ പോവാ. മിൽക്ക് മെയ്ഡ് 2 ടേബിൾ സ്പൂൺ ആണ്. 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിക്കുകയാണ്. നമുക്ക് ബാക്കി കുറച്ച് പൊടി ഉണ്ടായിരുന്നല്ലോ, അതിന്റെ കൂടെ നമ്മൾ ഇത്തിരി പഞ്ചസാരയും പിന്നെ കുറച്ച് ഏലക്കയും കൂടിയിട്ട് സംഭവം ഷെഫ് മറന്നുപോയി ഏലക്കയുടെ കാര്യം. ആദ്യത്തെ പൊടി അസിസ്റ്റന്റ് ഷെഫ് മറന്നുപോയി. അസിസ്റ്റന്റ് ഷെഫ്
ഈ ഷെഫാണ് എനിക്ക് നേതൃത്വം തരുന്നത്. ആദ്യം തന്നെ നമ്മള് കുറച്ച് ഏലക്ക പൊടിക്കേണ്ടതായിരുന്നു അതിന്റെ കൂടെ തന്നെ. പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോ എന്തായാലും നമ്മുടേതായ ഒരു ടച്ച് വേണം. അതുപോലെ തന്നെ നമ്മള് റോസ്റ്റ് ചെയ്ത മഖാന വേണം കേട്ടോ. ഇതിനകത്ത് പൊടിക്കാതെ ഇടുന്നതും റോസ്റ്റഡ് മഖാന തന്നെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് നമുക്ക് പൊടിച്ച് ഏലക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇടട്ടെ ഷെഫ്? ഓക്കെ. ഒന്ന് കുറുകി വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഒന്ന് തിളക്കട്ടെ. ഷെഫ് ഇടയ്ക്കിടയ്ക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഷെഫ് എന്തോ ആയോ നോക്ക് ഷെഫ്. നോക്കട്ടെ. ഞാനിവിടെ വേർത്ത് കുളിച്ചെന്റെ മേക്കപ്പ് ഒക്കെ വിളിച്ചു. കുറച്ചുകൂടെ കുറുകണം. അതിരുന്ന് കുറുകി കൊടുക്കാൻ നമ്മൾ ഇതിന്റെ പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇടാൻ മതിയോ നോക്കാം. മധുരം, ഏലക്ക, ഇതുണ്ടോ? ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ മഖാനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഏറ്റവും നന്നായി ഇല വെട്ടാൻ അറിയുന്നത് ആര്? അഭിച്ചേട്ടൻ. അഭിച്ചേട്ടാ ഇത് അടച്ചു വെക്കാൻ ഒരു ഇല കൊണ്ടത്തരും. അഭിച്ചേട്ടൻ മുങ്ങി. ഇത് അടച്ചു വെക്കാൻ പാകത്തിന്. എന്റെ സർക്കസ് കളന്നിട്ട് നമ്മുടെ LC ഓഫ് ആയി പോയി. ലൈറ്റ് ഓക്കെ ആണോ സുമനെ? മതി മതി. സാധനം കയ്യിലുണ്ട്. ഇതിനകത്തേക്ക് ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും ആൽമണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഗീ കുറച്ചിരിപ്പുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് അങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്ത് കുറച്ചു നേരം അടച്ചു വെക്കണം. അപ്പൊ നമ്മളൊരു ഓണം വൈബ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇല വെച്ച് അടച്ചു വെക്കാം. വാഴയില വെച്ച് നമുക്ക് മൂടി വെക്കാം. എന്നിട്ട് ഇത്തിരി നേരം ഒന്ന് കുറുകാൻ വേണ്ടി നമ്മള് ഓഫ് ചെയ്തിട്ടാട്ടോ ആവിയിലൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു 5 minutes കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിന്റെ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഇതെന്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റും ഓണക്കോടിയും കൂടെയാണ്. ഇതെന്റെ ഫേവറേറ്റ് മിസ് അഞ്ജു മിസ് തന്നെയാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രയാണിൽ തയ്പ്പിച്ചിട്ട് മിസ്സിന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് വന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാവാടയും ബ്ലൗസ്. താങ്ക് യു അഞ്ജു മിസ്. 5 minutes കഴിഞ്ഞ് നമുക്കിനി ഇതൊന്ന് മാറ്റി നോക്കാം. പായസം നല്ല കുറുകി നല്ല ഫോമിൽ വന്നിട്ടുണ്ട്. ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പൊ അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ വെറൈറ്റി പായസം, ലോട്ടസ് സീഡ് പായസം മാസ്റ്റർ ഷെഫ് കല്യാണിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മൾ വിളക്കത്തൊക്കെ വെച്ചു. ഓക്കെ, പിന്നെ എന്താ മാസ്റ്റർ ഷെഫ് പറയാനുള്ളത്? എല്ലാവരോടും ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്. നോർമൽ പായസം അല്ലാതെ ഒരു വെറൈറ്റി പായസം ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യൂ. ഇവിടെ വയ്ക്കാം അല്ലേ, കൈ പൊള്ളുന്നുണ്ട്. അപ്പോ എല്ലാവർക്കും ഈ വർഷത്തെ ഓണം അതിമനോഹരമാവട്ടെ. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന പോലെ ആഘോഷിക്കുക, ചെറിയ രീതിയിലാണെങ്കിൽ പോലും. അപ്പോൾ വരുന്ന ഇനി ഒരു വർഷം എല്ലാവർക്കും ഐശ്വര്യമുള്ളതാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഞങ്ങളും റെഗുലറായിട്ട് എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യാനായിട്ട്. ഞങ്ങളും ഇനി ശ്രമിക്കുന്നതായിരിക്കും അല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.